നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് വൺ ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പാരന്റിംഗ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ്. പാരന്റിംഗ് സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ഓരോ പാരന്റ്സും അവരുടെ കുട്ടികളെ വളർത്തുന്ന ആ കാലഘട്ടത്തിൽ പേരൻസ് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആണ്. അതിലിപ്പോ കുട്ടികളുടെ അടുത്ത് അവർ കാണിക്കുന്ന പെരുമാറ്റ രീതികള്, ബിഹേവിയേഴ്സ്, ആറ്റിറ്റ്യൂഡ്, ഇമോഷണൽ എൻവയോൺമെന്റ്, ഇതെല്ലാം വരും. സിംപ്ലി പറയാനാണെങ്കിൽ ദീസ് ആർ സം ഓഫ് ദി അപ്രോച്ചസ് ദാറ്റ് എ പേരന്റ് യൂസ് വെൻ ദേ റേസ് ദെയർ ചിൽഡ്രൻ. സോ കുട്ടികളെ വളർത്തുന്ന സാഹചര്യങ്ങളൊക്കെ വ്യത്യാസം ആണെങ്കിൽ അതിനൊക്കെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടെങ്കിലും ഒരു കുട്ടികളെ വളർത്തുന്ന രീതിയിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ പാരന്റിങ് സ്റ്റൈൽസിനെ 4 ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് അതോറിറ്റേറിയൻ പാരന്റിങ്. അതോറിറ്റേറിയൻ പാരന്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ പാരന്റ്സ് കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സെറ്റ് ഓഫ് ഒരു സ്ട്രിക്ട് റൂൾസ് അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ കുട്ടികൾ അത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്ക് പണിഷ്മെന്റും ഉണ്ടാവും. പക്ഷെ ഈ റൂൾസ് എന്തിനാണ് ഫോളോ ചെയ്യുന്നത്? ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? അത്തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും കുട്ടികൾക്ക് ഇവർ കൊടുക്കില്ല. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ഒരു എന്താ പറയാ, ഒരു ഏകാധിപത്യം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു പാരന്റിങ് സ്റ്റൈലാണ് ഇവിടെ. ഇങ്ങനെയുള്ള പാരന്റ്സിന് വളരെ ഹൈ എക്സ്പെക്ടേഷൻസും ഹൈ ഡിമാൻഡ്സും ആയിരിക്കും അവരുടെ കുട്ടികളിൽ അവർ വെക്കുന്നത്. കുട്ടികളുടെ അടുത്ത് ഒട്ടും റെസ്പോൺസീവ് ആയിരിക്കില്ല. ദെൻ ദേ മേക്ക് ഷുവർ ദാറ്റ് ദെയർ ചിൽഡ്രൻ ഡസൻ കമ്മിറ്റ് എനി എറേഴ്സ്. തെറ്റുകളൊന്നും മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കർക്കശമായിട്ടുള്ള രീതിയിലും ആയിരിക്കും അവര് പറയുന്നതും. പിന്നെ എന്ത് ചെയ്യരുത് എന്ന് അവര് പറയും, പക്ഷെ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാട്ട് ഈസ് റൈറ്റ് എന്നുള്ളത് ആ ഒരു ഡയറക്ഷൻ അവര് കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും. കൂടുതലും ഒരു ഒബീഡിയൻസ് ആൻഡ് സ്റ്റേറ്റസ് ഓറിയന്റഡ് ആയിട്ടുള്ള പാരന്റിങ് സ്റ്റൈലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഇപ്പൊ കുട്ടികൾ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ അപ്രീസിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു അതൊന്നും ഉണ്ടാവില്ല. കൂടുതലും ക്രിറ്റിസിസം ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ കൂടുതലും നടക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ എന്താ പറയാ, നമുക്ക് ഇതിനെ ഒരു ഡിക്റ്ററ്റോറിയൽ അല്ലെങ്കിൽ ഡോമിനിയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് പാരന്റിംഗ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഒരുപാട് ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടാവാം, റിബല്യസ് ആവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അവരുടെ ആങ്സൈറ്റി ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം അവർക്ക് എപ്പോഴും ഒരു പ്രഷർ ഇങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ടിട്ട് അവരുടെ സെൽഫ് റിലയൻസും ഇൻട്രൻസിക് മോട്ടിവേഷൻ ഒക്കെ വളരെ കുറവായിരിക്കും. ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നും വരുന്ന ഇന്റേണലി വരുന്ന ഒരു മോട്ടിവേഷൻ ആണ്. പക്ഷെ ഇവർക്ക് എപ്പോഴും എക്സ്റ്റേണലി ആ ഒരു മോട്ടിവേഷൻ ഇങ്ങനെ കിട്ടി അവർക്ക് സ്വയമേ തന്നെ ആ ഒരു മോട്ടിവേഷൻ ഇല്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. ആൻഡ് ദേ ഓൾസോ ടെൻഡ് ടു ലൈ ടു അവോയ്ഡ് പണിഷ്മെന്റ്. അങ്ങനെയുള്ള ഒരു ടെൻഡൻസിയും ഈ ഒരു പാരന്റിങ് സ്റ്റൈൽ കിട്ടുന്ന കുട്ടികളിൽ കാണാൻ കഴിയും. അടുത്തൊരു പാരന്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ. ഇത് വൺ ഓഫ് ദ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയാം. കാരണം ഇവിടെ കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കുട്ടികളെ അവര് നോക്കുന്നത്. മാത്രമല്ല അവര് കുട്ടികളുടെ അടുത്ത് റെസ്പോൺസീവ് ആണ്. ദേ ആർ വില്ലിംഗ് ടു ലിസൺ ടു ദ ക്വസ്റ്റ്യൻസ്. കുട്ടികളുടെ ചോദ്യങ്ങൾ കേൾക്കാനും അതിനുള്ള മറുപടി പറയാനും ഒരു എക്സ്പ്ലനേഷൻ, അത് ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടിട്ടാണ്, അത് നോ പറയുന്നത് എന്തുകൊണ്ടിട്ടാണ് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ അവർക്ക് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എക്സ്പെക്ടേഷൻ ഇല്ല എന്നല്ല, ഇവിടെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരു വാംത്ത്, ഒരു ഗൈഡൻസും ഒരു അഡിക്വേറ്റ് സപ്പോർട്ടും അവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. റൂൾസ് ഉണ്ട് എന്നാൽ അതിനോടൊപ്പം തന്നെ ഫ്രീഡം ഉണ്ട്. റൂൾസ് സെറ്റ് ചെയ്തിരിക്കുന്നതും അവരുടെ കുട്ടിയുടെ കേപ്പബിലിറ്റിയും ഇതെല്ലാം അനുസരിച്ചിട്ടാണ് അത് റൂൾസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ പാരന്റ്സിന്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാല് വളരെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടീനെ റേസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. Then these parents are very good at setting standards and they also monitor their child's behavior. അവർക്ക് വേണ്ടുന്ന ലവും കെയറും ഒക്കെ കൊടുക്കുന്നുണ്ട്. എക്സ്പെക്ടേഷൻസും ചെറുതായിട്ടുണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു സപ്പോർട്ടും അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ കുട്ടികള് വളരെ കോൺഫിഡന്റ് ആയിട്ടും സെൽഫ് റെഗുലേഷൻ ഉള്ള കുട്ടികളായിട്ടും വളരെ എന്താ പറയാ, ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഇവരുടെ വളരെ ഹൈ ലെവലിലായിരിക്കും നിൽക്കുന്നത്. വളരെ കേപ്പബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഇവര് പിന്നീട് വലുതായി വരുന്നത്.
അടുത്ത ഒരു സ്റ്റൈൽ ഓഫ് പാരന്റിങ് ആണ് പെർമിസീവ് പാരന്റിങ് സ്റ്റൈൽ. പെർമിസീവ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് പറയുന്ന പോലെ തന്നെ പെർമിഷൻ, എല്ലാ കാര്യങ്ങളിലും ഇവര് പെർമിഷൻ കൊടുക്കുന്നു, എല്ലാം ഒരു കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, സാധിച്ചു കൊടുക്കുന്നു, കുട്ടികൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ചു കൊടുക്കുന്നു, എല്ലാത്തിനും യെസ് പറയുന്നു. ഒരു ഫ്രീഡം, ഭയങ്കര ഫ്രീഡം, ഒരു ഈസി വേ ആയിട്ട്. ഇതിനെ നമ്മൾ ഒരു ഇന്റലിജന്റ് പേരൻസ് എന്ന് ഇവരെ വിളിക്കും. സോ ഇവര് ഒരു ഇവിടെ റൂൾസ് കുറവായിരിക്കും, അതുപോലെ തന്നെ ഡിസിപ്ലിൻ വളരെ കുറവായിരിക്കും, എക്സ്പെക്ടേഷൻസ് ഉണ്ട്, പക്ഷെ അത് എൻഫോഴ്സ് ചെയ്യുന്നത്, കുട്ടികളത് എൻഫോഴ്സ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഒരു പാരന്റൽ ഫിഗറിനേക്കാൾ ഉപരി ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ കുട്ടികളുടെ അടുത്ത് അവര് നിൽക്കുന്നത്. ആൻഡ് ദേ ഓൾസോ അലൗ ദെയർ ചിൽഡ്രൻ ടു മേക്ക് ദെയർ ഓൺ ഡിസിഷൻ. അങ്ങനെയുള്ളൊരു ഫ്രീഡവും ഈ പെർമിസീവ് പാരന്റിങ്ങിൽ ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളിൽ അവർക്കൊരു നോ കേൾക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഫെയിലിയേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഈഗോനെ അത് അഫക്റ്റ് ചെയ്യും. സോ ഇവർക്ക് ലവ് എന്നുള്ളത് ഒരു വളരെ മെറ്റീരിയലിസ്റ്റിക് ആണ്, ഒരു വസ്തു എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സാധനങ്ങൾ മേടിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾ വിചാരിക്കുന്നത് എൻ്റെ അടുത്ത് സ്നേഹമില്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് ഇവിടുത്തെ കുട്ടികൾ. സോ ഇങ്ങനെയുള്ള കുട്ടികൾ പിന്നീട് റിസ്കി ബിഹേവിയറിൽ എൻഗേജ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കൂടുതലാണ്. മാത്രമല്ല അവരുടെ അക്കാഡമിക് പെർഫോമൻസും പുവർ ആണ് എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു സ്റ്റൈൽ ഓഫ് പാരന്റിങ് ആണ് അൺഇൻവോൾവ്ഡ് പാരന്റിങ്. അൺഇൻവോൾവ്ഡ് പാരന്റിങ്ങിൽ നമുക്ക് ഇതിന് വേറൊരു പേര് പറയുന്നത് നെഗ്ലക്ട്ഫുൾ പാരന്റിങ് എന്നാണ്. സോ ഇതില് കുട്ടികളെ അവിടെ കുട്ടികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും. ഇപ്പൊ കുട്ടികളുടെ ബേസിക് നീഡ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടികളുടെ ലൈഫിൽ നിന്നും പാരന്റ്സ് ആർ ഡിറ്റാച്ച്ഡ് ഇൻ ജനറൽ, അങ്ങനെ പറയാം. പിന്നെ ഇപ്പൊ അവര് ഫോർ എക്സാമ്പിൾ ഇപ്പൊ അവര് പഠിക്കുന്ന ക്ലാസ് ഏതാണ്, അല്ലെങ്കിൽ അവരുടെ ബർത്ത് ഡേറ്റ് എന്താണ് എന്നൊന്നും അവർക്ക് അറിയില്ല. ബിക്കോസ് ദേ ആർ നോട്ട് ബോതേർഡ്. അവർ പറയുന്ന പല റീസൺസ് ആണ്, വർക്കിന്റെ തിരക്ക് എന്നുള്ളതൊക്കെയാണ് പറയുന്ന റീസൺസ്. സോ they make sure that their child is fed and the child has a shelter. അപ്പൊ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലും അവരായിട്ടുള്ളൊരു എന്താ പറയാ റിലേഷൻഷിപ്പ്, അവരായിട്ടുള്ളൊരു കണക്ഷൻ, ഒരു അറ്റാച്ച്മെന്റ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഗൈഡൻസ്, റൂൾസ്, സപ്പോർട്ട്, ഇതൊന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള കുട്ടികളിൽ അവർക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും. പാരന്റ്സ് തന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾ. അപ്പൊ അവർക്ക് പേരൻസിന്റെ കയ്യിൽ നിന്നും സ്നേഹവും കെയർ കിട്ടാതെ വരുമ്പോ മറ്റാരുടെ അടുത്തുനിന്നും ആ ഒരു കെയർ കിട്ടുമ്പോൾ അത് അവരവിടെ അത് വളരെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുകയും അപ്പൊ അങ്ങനെ ആ റിലേഷൻഷിപ്പിലാവുകയും അവിടെ വളരെ അബ്യൂസീവ് ആയിട്ടുള്ളൊരു ബിഹേവിയറിലേക്ക് വരെ അവര് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അൺഇൻവോൾവ്ഡ് പാരന്റിങ് സ്റ്റൈൽ നമുക്ക് പറയാൻ കഴിയുന്നത്. മാത്രമല്ല ഇങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് ഡിപ്രഷൻ സിംറ്റംസ് കാണാം, ആങ്സൈറ്റിയുടെ സിംറ്റംസ് കാണാം. അവർക്ക് സെൽഫ് കൺട്രോൾ വളരെ കുറവായിരിക്കും, അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി അവർക്ക് കാണാൻ. മാത്രമല്ല സോഷ്യൽ റിലേഷൻഷിപ്സ് വളരെ വേഴ്സ്റ്റ് ആയിട്ടായിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പാരന്റിങ് സ്റ്റൈലിലെ കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്. ഇനി എങ്ങനെയാണ് ഈ പാരന്റിങ് സ്റ്റൈൽസ് ഒരു കുട്ടിയുടെ ലൈഫിൽ ഏതൊക്കെ മേഖലകളിലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അഫക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടിയുടെ അക്കാഡമിക്സ്, ഒന്ന് കുട്ടിയുടെ പഠന കാര്യങ്ങളിൽ അക്കാഡമിക് പെർഫോമൻസ് പുവർ ആവുന്നതൊക്കെ ഇതിനൊരു റീസൺ ആണ്. മാത്രമല്ല അവരുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് വാല്യൂ, ഇതെല്ലാം എഫക്റ്റഡ് ആവും. ഇപ്പോ നമുക്ക് പറയാനാണെങ്കിൽ അതോറിറ്റേറ്റീവ് പാരന്റിങ്ങിലായിരിക്കും സെൽഫ് എസ്റ്റീം കുട്ടികൾക്ക് വളരെ കൂടുതൽ. മറ്റു 3 പാരന്റിങ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോഴേക്കും അങ്ങനെയായിരിക്കും. പിന്നെ സോഷ്യൽ റിലേഷൻഷിപ്സ്, അഡൾട്ട് റിലേഷൻഷിപ്സ്, ഇതിലൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവും. സോ പാരന്റിങ് സ്റ്റൈല് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസും വളരെ ഇന്റർ റിലേറ്റഡ് ആണ്. അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഒരു കുട്ടിയുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ടൈമിൽ പാരന്റുമായിട്ട് ബിൽഡ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് അനുസരിച്ചിരിക്കും പിന്നീട് കുട്ടി മറ്റുള്ളവരുമായിട്ട് ഫോം ചെയ്യുന്ന റിലേഷൻഷിപ്പ്, ലേറ്റർ ഓൺ അഡൾട്ട് റിലേഷൻഷിപ്സ്. സോ ആസ് എ പാരന്റ് ഇവിടെ ഒരു പെർഫെക്റ്റ് പാരന്റ്സ് അല്ലെങ്കിൽ പെർഫെക്റ്റ് പാരന്റിങ് അങ്ങനെ ഒന്നുമില്ല. എല്ലാ പേരൻസും യൂണീക്ക് ആണ്. അവരുടെ പേഴ്സണാലിറ്റീസ്, ഒരു ഫാദറിന്റെയും ഒരു മദറിന്റെയും പേഴ്സണാലിറ്റീസ് വളരെ യൂണീക്ക് ആണ്. അപ്പോ അവര് ഇപ്പോ ഫോർ എക്സാമ്പിൾ
ഒരു പേരന്റ് ഫാദർ ചിലപ്പോൾ പെർമിസീവ് ആയിരിക്കും, മദർ ചിലപ്പോൾ അതോറിറ്റേറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു മിക്സ്ഡ് പാരന്റിങ് സ്റ്റൈൽസ് ആയിരിക്കും കുട്ടികൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആരുമായിട്ടാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്, ആരുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, അവരുടെ ഒരു പാരന്റിങ് സ്റ്റൈൽ ആയിരിക്കും കുട്ടികൾക്ക് കിട്ടുന്നത്. സോ അതായിരിക്കും പിന്നീട് അവരുടെ അഡൾട്ട് ലൈഫിൽ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ അവർക്ക് വരുന്ന അല്ലെങ്കിൽ അവർ ഫോം ചെയ്യുന്ന റിലേഷൻഷിപ്സിനൊക്കെ അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ആസ് എ പാരന്റ്, കുട്ടികളുടെ ഓരോ കുട്ടിയും അവരുടെ ഇൻഡിവിജ്വാലിറ്റി അനുസരിച്ചിട്ട്, അവരുടെ നീഡ്സ് അനുസരിച്ചിട്ട്, അവരുടെ ഇമോഷണൽ നീഡ്സ് അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട ഒരു പാരന്റിങ്, അതായത് പോസിറ്റീവ് പാരന്റിങ് പറയാനാണെങ്കിൽ അതോറിറ്റേറ്റീവ് പാരന്റിങ് അവർക്ക് അത് യൂസ് ചെയ്ത് കുട്ടികളെ റേസ് ചെയ്യുക എന്നുള്ളത്, അങ്ങനത്തെ ഒരു പാരന്റിങ് സ്റ്റൈല് ഫോളോ ചെയ്യാനായിട്ട് പാരന്റ്സ് ശ്രമിക്കുക എന്നുള്ളതാണ്. താങ്ക് യു.